പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ ആയുസ്സിൽ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം, പുതിയ പുലരി കാണുവാൻ ദൈവമായ കർത്താവ് നമുക്കിടയാക്കിയതോർത്ത് കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ആരംഭിക്കാം. ഒപ്പം ദൈവം തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും കരുണകൾക്കും ദൈവത്തിൻ്റെ ദയയ്ക്കും ദൈവം തന്നിരിക്കുന്ന എല്ലാ താലന്തുകൾക്കും അനുഗ്രഹത്തിനുമായി കർത്താവിനോട് നന്ദി കരയറ്റിക്കൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ വേദവചന ധ്യാനത്തിനായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. നമുക്ക് വളരെ സുപരിചിതമായ 16 സങ്കീർത്തനങ്ങൾ പുസ്തകം, അതിനകത്ത് തന്നെ 16-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. നമ്മൾ ആവർത്തിച്ച് വായിക്കുന്ന സങ്കീർത്തനമാണ് Psalms 16 verse 1 and 2. ആവർത്തിച്ച് വായിക്കുന്ന സങ്കീർത്തനമാണ്. മിക്കപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും നമ്മുടെ പേഴ്സണൽ വായനകളിലും ഒക്കെ വരുന്ന സങ്കീർത്തനമാണ്. ഇതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി അതിനൊന്ന് വായിക്കുമ്പോൾ, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഇതിൻ്റെ ആ വാക്യ പശ്ചാത്തലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് 2 വാചകങ്ങളാണ് ഇതിനകത്തുള്ള 1-2 വാക്യങ്ങളിൽ. ഒന്നാമത് പറയുന്നു, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഈ ശരണം എന്ന വാക്ക് ഇവിടെ എഴുതിയിരിക്കുമ്പോൾ ആ ശരണം എന്ന വാക്കിനടുത്ത് കംപ്ലീറ്റ് സറണ്ടർ, കംപ്ലീറ്റ് അറ്റാച്ച്മെന്റ്, കംപ്ലീറ്റ് നമ്മൾ പൂർണ്ണമായിട്ടുള്ള ആശ്രയത്തിനാണ് ശരണം എന്ന് പറയുന്നത്. ഈ ചില ആളുകളൊക്കെ വിളിച്ചിരുന്നത് ശരണം നീയല്ലാതെ മറ്റാരുമില്ല എന്നൊരു വാക്ക് പറയത്തില്ലേ, ആ ശരണം എന്ന് പറയുന്നത് ദൈവമല്ലാതെ മറ്റാരുമില്ല. ആ കംപ്ലീറ്റ് സറണ്ടറാണ്, 100% സറണ്ടർ ചെയ്യപ്പെട്ട് ആ ഒരു ആശ്രയത്വം, ആ ഒരു ഡിപ്പെൻഡൻസ് ദൈവത്തിൽ മാത്രമായിരിക്കുന്നതിൻ്റെ പേരാണ് ഞാൻ ഇതിൻ്റെ ഇവിടെ എഴുതിയിരിക്കുന്ന ശരണമാക്കിയിരിക്കുക. ഇത് ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദിന്റെ സങ്കീർത്തനമാണ്. ഇതിന് ഒരു തരത്തിൽ മശിഹാ സങ്കീർത്തനം, യേശു കർത്താവിന്റെ വെളിപ്പാട് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് മശിഹാ സങ്കീർത്തനത്തിന്റെ ഗണത്തിൽ പെട്ടതാണ്. ഇതിനകത്ത് ജീവന്റെ മാർഗം, സന്തോഷത്തിന്റെ മാർഗം പറഞ്ഞു തരുന്ന സങ്കീർത്തനമാണ്. അപ്പോൾ തന്നെ ഈ വചനത്തിനകത്ത് ഈ 1-2 വാക്യങ്ങൾക്കകത്ത് പറയുന്നത്, ആ വാക്കുകൾ ഓർപ്പിക്കുന്നത്, ആ വാക്കുകൾ നമ്മളെ അന്ന് ദൈവത്തോട് അടുപ്പിക്കുന്നത്, ദൈവമല്ലാതെ ഒരു ആശ്രയമില്ല. എനിക്ക് ആശ്രയിക്കാൻ ഒരു 10 ഇടമുണ്ട്, അതിലൊന്ന് ദൈവം. അങ്ങനെയല്ല. മറിച്ച് വേറെ ആരുമില്ലാതെ ആശ്രയം ഒരു ദൈവം മാത്രമായി, ഒരേ ഒരു വഴി, അത് ദൈവം മാത്രമായിട്ട് അവസാനിക്കുമ്പോൾ അതാണ് ഇവിടെ പറയുന്ന, ദൈവമേ, ഞാൻ നിന്നെ ശരണം പ്രാപിച്ചിരിക്കയാൽ. ദൈവമേ, ഞാൻ നിന്നെ ശരണം പ്രാപിച്ചിരിക്കാൻ. ഈ സങ്കീർത്തനത്തിന്റെ പേര് സ്വർണ്ണ സംഗീതം എന്നാണ്. സ്വർണ്ണഗീതം എന്നൊക്കെ അറിയപ്പെടുന്നത്. അത് അത്ര മനോഹരത്വമുള്ളത് കൊണ്ട് ദൈവത്തെ മാത്രം ആശ്രയിക്കുക. 2-ാമത്തെ വാക്ക് പറയുന്നത്, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു. കർത്താവ് എന്ന വാക്കിൻ്റെ അടുത്ത് കർത്തൃത്വം നടത്തുന്നുവെന്ന, യജമാനൻ എന്ന. കർത്താവ് എന്ന് പറഞ്ഞാൽ എൻ്റെ പരമാധികാരി. അതിനൊരു വാക്ക് പുതിയ നിയമത്തിൽ നിന്ന് പറയാൻ പറ്റുന്ന അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചൊരു വാക്കുണ്ട്. ആ കപ്പൽ ഛേദത്തിൽ നിന്ന് അകപ്പെട്ടിരിക്കുന്ന 276 ഒന്നായിട്ട് അകപ്പെട്ടിരിക്കുന്ന ആ കപ്പൽ ഛേദത്തിനകത്ത് ആ 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാതിരിക്കുന്ന ആ ദിവസം പ്രഭാതത്തിൽ പൗലോസ് എഴുന്നേറ്റ് നിന്ന് പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണമേ. ആ വാക്ക് പറയുന്നത്, ഇന്നലെ ഞാൻ സേവിക്കുന്ന ദൈവം പറഞ്ഞു എന്നല്ല, അല്ലെങ്കിൽ എൻ്റെ ദൈവം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം പറഞ്ഞു എന്നല്ല, അല്ലെങ്കിൽ എൻ്റെ കർത്താവ് പറഞ്ഞു, എൻ്റെ അങ്ങനെ ഒന്നുമല്ല വാക്ക് പറയുന്നത്. ആ വാക്ക് പറയുന്നത്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രി എൻ്റെ അടുക്കൽ വന്നു. ആ വാക്കിൻ്റെ ആ സല്യൂട്ടേഷൻ കണ്ടോ? എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എൻ്റെ ദൈവത്തിൻ്റെ. ഇത് ദൈവമായിട്ടുള്ള ബന്ധമാണ്.
ഇത് ദൈവമായിട്ടുള്ള അടുപ്പമാ. ഈ വാക്ക് ഇവിടെ ദാവീദ് ഈ വാക്ക് പറയുമ്പോൾ നീ എൻ്റെ കർത്താവാകുന്നു, എൻ്റെ കർത്തൃത്വം നടത്തുന്നവനാ. ഈ വാക്കിന്റെ അർത്ഥം ഒരു തരത്തിൽ ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ആ വാക്കാ, എൻ്റെ ഉടയവൻ. അതാ കർത്താവ്, യജമാനൻ. അത് ലോഡ്, എൻ്റെ ലോഡ്ഷിപ്പ് കർത്താവിൻ്റെ കയ്യില, എൻ്റെ ഓണർഷിപ്പ് കർത്താവിൻ്റെ കയ്യില. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ. അവിടെയാണ് ആ ശരണം എന്നൊക്കെ പറയുന്ന വാക്കിന്റെ പ്രസക്തി. കാരണം രക്ഷപ്പെടും എന്നുള്ള ആശ പോയി 14 ദിവസമായി സൂര്യനെ ചന്ദ്രനെ കാണാതെ ഡയറക്ഷൻ തെറ്റിപ്പോയി നടക്കുന്ന ഒരു കപ്പല്. ആ കപ്പലിനകത്ത് എല്ലാവരുടെയും ആശ പോയപ്പോൾ ചെറിയൊരു പ്രതീക്ഷയുടെ നാം വിട്ട് ഒരാശ്രയത്വമായിട്ട്, ഒരേ ഒരു ആശ്രയത്വമായിട്ട് ആ ദൈവത്തിന്റെ വചനത്തില് വിശ്വസിച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. അവിടെയാണ് ഈ വചനത്തിന്റെ ആപ്തവാക്യം അടങ്ങിയിരിക്കുന്നത്. ശ്രദ്ധിച്ച വാക്ക്, ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ആദ്യം പറയുന്നു, നീ അല്ലാതെ ഒരു ശരണമില്ല. ഇത് മാത്രമേ ഉള്ളൂ ഏകരക്ഷാമാർഗം. ഒരു തരത്തിൽ പറഞ്ഞ കർത്താവിനെ കുറിച്ച് പറയുന്ന വാക്കാണിത്. അത് 4:12 വാക്യം അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരു മാർഗവുമില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്കിടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം മാത്രം. ആ വാക്ക് തുടങ്ങുന്നത് കേട്ടോ, മറ്റൊരുത്തനിലും രക്ഷയില്ല. ആ വാക്കാണ് ഇവിടെ. കർത്താവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു. കർത്താവ് മാത്രമേ ഉള്ളൂ, വേറൊരാളില്ല. അതിനിടയ്ക്ക് ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധത്തിനിടയ്ക്ക് വേറെ ഒരാളില്ല, കർത്താവ് മാത്രമേ ഉള്ളൂ. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. അടുത്ത വാക്കാ പ്രസക്തം. നമുക്ക് കുറെ നന്മയുണ്ട്, നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമുണ്ട്, ചിലപ്പോൾ തലമുറ ഉണ്ടാകും, ചിലപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനോഹരമായ വീടുണ്ടാകും, മനോഹരമായ വാഹനം ഉണ്ടാകും, മനോഹരമായ ജോലി ഉണ്ടാകും, വിസ ഉണ്ടാകും, കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതെല്ലാം കൂടെ കൂട്ടി ഒറ്റ വാക്കി ദാവീദ് പറയുന്ന വാക്കാ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. രാജാവിന്റെ പുത്രി ദാവീദിന്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ രാജകൊട്ടാരം ദാവീദിനുണ്ട്. എല്ലാം ഇല്ലാത്തിടത്തുനിന്ന് സീറോയിൽ നിന്ന് ദാവീദിനെ എടുത്തോണ്ട് വന്ന് ദേവദാരു കൊട്ടാരത്തിൽ ദാവീദിനെ ഇരുത്തി, സ്വർണ്ണ സിംഹാസനത്തിരുത്തി രാജ്യത്തിന്റെ അധിപനാക്കി. അപ്പോഴും എല്ലാം ദാവീദ് പറയുന്നത്, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചിട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആ വാക്ക് അങ്ങനെ തന്നെ ആകട്ടെ. കർത്താവേ, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. നീ മാത്രമാണ്, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ആ വാക്കുകൾ ഒരു 3 വാക്കേ ഉള്ളൂ. എല്ലാം പറയാൻ സമയം പോരാ, അല്ലെങ്കിൽ ആ സങ്കീർത്തനം വിവരിക്കാമായിരുന്നു. ദാവീദ് പറയുമ്പം ആ 3 വാക്കുകൾ, ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ദൈവമേ ഉള്ളു ശരണം, വേറൊരാളുടെ അടുത്തിലില്ല. ഈ ഓടിപ്പോകുന്ന ആളുകളൊക്കെ അസൈലം എന്ന് പറയുന്ന സാധനമുണ്ട്. അസൈലം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൽ നിന്ന് ആശ്രയിക്കുക, ആ രാജ്യത്തില് ഒരു രാജ്യത്തിൽ നിന്ന് ഓടിച്ചു വിടുമ്പം, അല്ലെങ്കിൽ കൊന്നു കളയാൻ ഓടിക്കുമ്പം വേറെ രാജ്യത്തിൽ നിന്ന് അഭയാർത്ഥിയായിട്ട്, ഇപ്പോ ബംഗ്ലാദേശിന്റെ ഒരു പ്രധാനമന്ത്രി, ഒരു പ്രസിഡന്റ് ആയിരുന്ന സ്ത്രീ ഇപ്പൊ ഇന്ത്യയിൽ വന്ന് അഭയം തേടിയിട്ടുണ്ട്. അഭയം തേടുക, വേറൊരു രാജ്യത്തിൽ ചെല്ലാനില്ല, വേറൊരു കാര്യമില്ല, ഇവിടെ മാത്രം അങ്ങ് ശരണമാക്കുക, അഭയം തേടുകയാണ്. അഭയം തേടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റിനോട് പറഞ്ഞു, ഞങ്ങളെ കാക്കണേ, എന്നെ ഒന്ന് കാക്കണേ. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് അവരെ വിട്ടുകൊടുത്തില്ല. ഇതാ ഇവിടുത്തെ വാക്ക്, കർത്താവേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു, എന്നെ കാത്തുകൊള്ളണമേ. പിശാചിനെ നിന്നെ എറിഞ്ഞു കൊടുക്കത്തില്ല, നിന്റെ ശത്രുവിനെ നിന്നെ എറിഞ്ഞു കൊടുക്കത്തില്ല, കർത്താവിലേക്ക് സമർപ്പിച്ചോ വേറെ അടുത്ത് കൊടുക്കത്തില്ല. ആ പ്രൊട്ടക്ഷൻ ഇതാ ദാവീദ് പറയുന്നേ, കർത്താവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കും, നിന്നെ മാത്രം എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവ, നീ എൻ്റെ കർത്താവാകുന്നു, എൻ്റെ ഉടയവൻ നീയാ, എൻ്റെ യജമാനൻ നീയാ. നീ അല്ലാതെ എനിക്കൊരു നന്മയുമില്ല. എനിക്കുള്ള എല്ലാ നന്മകളുടെയും ഉറവിടം ദൈവമേ നീയാ. മറ്റാരുടെയും കാര്യം എനിക്കറിയത്തില്ല, എൻ്റെ കാര്യം എനിക്കറിയാം. എൻ്റെ നന്മയുടെ ഉറവിടം നീയാ. നമുക്ക് ചേർന്ന് അങ്ങനെ തന്നെ പറയാം. കർത്താവിനെ ശരണം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വൈദ്യലേ, നീ ലജ്ജിക്കത്തില്ല. നിന്നെ കാക്കുവാൻ ദൈവശക്തനാ, നിന്നെ കാക്കുവാൻ സ്വർഗശക്തനാ. മറ്റുള്ളവരെ കൂടി ഉറപ്പിക്കുവാൻ, മറ്റുള്ളവരെ കൂടി ബലപ്പെടുത്തുവാൻ, കപ്പലിൽ ഛേദത്തിൽ അകപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവരെ കൂടി പുറത്തു കൊണ്ടുവരുവാൻ പൗലോസിന് ഉപയോഗിക്കപ്പെട്ടതുപോലെ കുഞ്ഞെ കർത്താവിൽ ആശ്രയിക്കുന്നത് നിന്നെ മറ്റുള്ളവർക്ക് പ്രയോജനമാക്കി കർത്താവ് മാറ്റും. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്താൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം കർത്താവേ. കർത്താവിന്റെ കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അല്ലാതെ ഞങ്ങൾക്കൊരു നന്മയുമില്ല കർത്താവെ, അങ്ങല്ലാതെ ഞങ്ങൾക്കൊരു നന്മയുമില്ല. കർത്താവിന്റെ കരങ്ങളിലേക്ക് ജനത്തെ അനുഗ്രഹിച്ച് തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. ഈ ദിവസം അനുഗ്രഹമാക്കുന്നതിനായി നന്ദി. ഇടപെടുന്ന എല്ലാ മേഖലയിലും ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. സകല മാനവും മഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ.
ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചിറകടിയിൽ നമ്മളെ അവിടെ ഇവിടങ്ങളായി സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.